ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് ഫുഡ് ലാബ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴയകാല ഒരു പലഹാരമാണ് കളിയടയ്ക്ക അല്ലെങ്കിൽ കളിയോടയ്ക്ക, ചീട എന്നൊക്കെ ഇതിനെ വിളിക്കും. അപ്പോൾ ഈ ഒരു അടിപൊളി റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. കളിയോടയ്ക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടി വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇടിയപ്പത്തിൻ്റെ പരുവത്തിന് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ എള്ള്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ജീരകത്തിൻ്റെയും എള്ളിൻ്റെയും അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നെയ്ക്ക് പകരം ബട്ടർ ആയാലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഇത് കുഴച്ചെടുക്കാം. അതിനായിട്ട് 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് ചൂടുവെള്ളം എന്നുള്ള അളവിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെള്ളം കുറച്ചായിട്ട് ഒഴിച്ച് ചൂടോടെ തന്നെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നിങ്ങൾ വെള്ളം എല്ലാം കൂടി ഒഴിച്ചു കൊടുക്കരുത്, കുറച്ചായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. നല്ല ചൂട് മാറി ഒരു ചെറു ചൂടാകുമ്പോഴേക്ക് നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ ഇത് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുകയാണ് മാവ്. ഈ ഒരു പരുവത്തിനാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കേണ്ടത്. വെള്ളം അധികമായാൽ കളിയോടയ്ക്ക വറുത്തെടുക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അളവുകളൊക്കെ മാക്സിമം കറക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ നോക്കുക. ഇനി ഇത് നമുക്ക് ഓരോ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. ഇത് എത്രത്തോളം ചെറുതാവുന്നോ അത്രത്തോളം പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും, കുറച്ചുകൂടെ നല്ല ക്രിസ്പിയും ആവും. ബാക്കി ഇരിക്കുന്ന കൂടി ഇതേപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ അളവെല്ലാം ഒരേപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂണോ മറ്റോ യൂസ് ചെയ്യാം. ഇത് കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ്. ഞാനിപ്പോൾ ബാക്കി ഇരിക്കുന്ന കൂടി ഇങ്ങനെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒന്നിൻ്റെ മേലെ ഒന്ന് വെച്ചാലും ഇതങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഒരു പകുതി ടീസ്പൂണിൻ്റെ അളവ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതെല്ലാം ഒരേ അളവിന് തന്നെ ഉരുട്ടിയെടുത്തിരിക്കുന്നത്. ഇതിനി നമുക്ക് നേരെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്ക് നമുക്കിതിലേക്ക് നമ്മളുടെ നേരത്തെ ഉരുട്ടി വെച്ച് കളിയോടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു തവയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൽ നിന്നാണ് ഇറക്കി കൊടുക്കുന്നത്. ഇത് വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം എപ്പോഴും ലോ ആക്കാൻ മറക്കരുത്. എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു കളിയോടയ്ക്ക ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഉള്ളു വേവില്ല, പക്ഷേ പുറം ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് തന്നെ ഇരിക്കും. ഇനി ഇതിൻ്റെ കളർ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മളിതൊന്ന് വറുത്ത് കോരിക്കൊണ്ടിരിക്കാം. അതിനിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഈ ഒരു കളറാകുമ്പോഴേക്ക് നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് കളിയോടയ്ക്ക റെഡി ആയിട്ടുണ്ട്. ബാക്കിയിരിക്കുന്ന കൂടി ഇതേപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. ഇതിപ്പോൾ എങ്ങനെയാണ് വന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്, ഒരു ട്രഡീഷണൽ സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു റെസിപ്പി ആയിട്ട് പിന്നീട് കാണാം.